ഹലോ ഹലോ മോനെ. ആ മാമാ. മോനെ മല കയറിയോ? ഇല്ല മാമാ, പമ്പയിലെത്തിയിട്ടുള്ളൂ. എന്തേനു മാമാ? ഞങ്ങൾ തിരിച്ചു വാ, മല കയറണ്ട, ബാക്കി വന്നിട്ട് പറയാം. എന്താ മാമാ, എന്താ പറ്റിയത്? മാമാ മാമാ താരകാംബരമേ ജപമാലയൂരുകയോ മൂകമാനസമോ ചിത പോലെ നീറുകയോ കുളിരു പെയ്യണ വെണ്ണിലാവും വീണു പൊള്ളു മോനെ, ആ ഇവന്റെ ജോലി സ്ഥലത്തെ മുതലാളി വിളിച്ചു എന്നെ. ആ ഓനെ ജോലി പ്രൊമോഷൻ ആയിട്ടുണ്ട്. മോനെവിടെ? ആഹാ, സന്തോഷായില്ലേ? ആഹാ, നല്ലതൊക്കെ വരട്ടെ. അതിലൊരു പ്രശ്നമുണ്ട് മോനെ. എന്തുപറ്റി? ആ മുതലാളി പറഞ്ഞത് എന്താ വെച്ചാല് അവരെ മോളെ ഇവനോട് കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്. എന്ത് നെറികേടാണ് അമ്മയെ കാണിക്കുന്നത്? പ്രിയയും ഇവനോട് ഒരുമിച്ച് കളിച്ചു വന്നവരല്ലേ ഇവിടെ? പണ്ടേ കാരണവരായിട്ട് ഉറപ്പിച്ചു വെച്ചാലേ അതൊക്കെ മറക്കാൻ കഴിയും അമ്മയ്ക്ക്? എനിക്കൊരു നല്ല കാലം വരുമ്പോ ഏട്ടൻ ഇഷ്ടപ്പെടില്ല അല്ലേ? ഈശ്വര. മോനെ എപ്പോഴാ കിട്ടുന്നാറ്? 11 മണിക്കമ്മേ. ഏട്ടാ കെട്ടിറങ്ങിയല്ല കേട്ടോ, സാറ് പറഞ്ഞതിന് ഞാൻ പോവാണ്. രേഷ്മേനെ ഞാൻ കെട്ടാൻ പോവാ. രേഷ്മേനി കൊണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ നോക്കണ്ട, അയാൾ സമ്മതിക്കൂല. നമുക്ക് അതൊന്ന് കാണാം. ഈ ആരോടത് പറയുന്നത്? അനക്കും വേണ്ടി ജീവിതം മുഴുവൻ പായാക്കി ഈ ഏട്ടനോടോ? അതൊന്നും മറക്കരുതടാ. ഇത്തരം ബോധല്ലേ എനിക്ക്? പോവാ. മോനെ മോനെ അനക്കെന്നത് സമ്മതിച്ചാ മതിയായിരുന്നു. നമുക്ക് പോ നഷ്ടപ്പെടൂലേനി മോനെ. നമുക്ക് രണ്ടാക്കും പോയില്ലേ? ചിത പോലെ നീറുകയോ കുളിരു പെയ്യണ വെണ്ണിലാവും വീണു പൊള്ളുകയോ